വസ്ത്രം പ്രധാനമാണ്. 2 തരം വസ്ത്രങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയുന്നുണ്ട്, കാല ഫീഹാ തഹ്യൗൻ വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. ഭൂമി പൊയ്ക്കോളി, നിങ്ങൾക്ക് അവിടെ ജീവിക്കാം, നിങ്ങൾക്ക് അവിടെ മരിക്കാം, ആ ഭൂമിയിൽ തന്നെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യും. അടുത്ത ആയത്ത് എന്താ അറിയോ? യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. നിങ്ങൾക്ക് നഗ്നത മറക്കാനുള്ള വസ്ത്രവും അലങ്കാര വസ്ത്രങ്ങളും നാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ്. വലിബാസു തഖ്വ ദാലിക ഖൈർ. നല്ല കുപ്പായമിട്ടത് കൊണ്ട് മാന്യനാവോ സുഹൃത്തുക്കളെ? മാന്യമായ ജീവിതമില്ലാത്തവൻ മാന്യതയുടെ വസ്ത്രം ധരിച്ചത് കൊണ്ട് എന്തു കാര്യം? ആ മാന്യമായ വസ്ത്രം, മാന്യതയില്ലാത്ത ജീവിതത്തിൽ മാന്യമായ വസ്ത്രം അവൻ അപമാനമാണ്. എന്താ ഈ കുപ്പായക്കെട്ട് നടന്നിട്ട് എന്നേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ലിബാസു തഖ്വ ദാലിക ഖൈർ. ആ സൂക്ഷ്മതയുടെ വസ്ത്രം, തഖ്വയുടെ വസ്ത്രം, അതാണ് ഏറ്റവും നല്ല വസ്ത്രം എന്നാണ്. അപ്പോൾ വസ്ത്രം വേണം. വസ്ത്രം എന്തിനാണ്? നമ്മുടെ നഗ്നത അടക്കാനാണ്. ട്രൗസർ ഇട്ട ചില ആൾക്കാർ നടക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ, അതൊരു സംസ്കാരമായി പരസ്യമായ അങ്ങാടിയിലൂടെ വെഹിക്കലും കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ തുടമറയാത്ത വസ്ത്രം. അതിനെന്തെങ്കിലും ഇസ്ലാമികമായ ന്യായമുണ്ട്? മുട്ടിന് താഴെ ഇറങ്ങാത്തൊരു വസ്ത്രം പുരുഷന് ധരിക്കാൻ പറ്റൂല. ആണാകുമ്പോൾ എന്തും ധരിക്കാനാണ്. ആണാവും. ഇസ്ലാമിലൊരു വസ്ത്ര സംസ്കാരം. നാടെത്ര മാറിയാലും ഒരു മുസ്ലിം തൻ്റെ സംസ്കാരത്തിൽ നിന്നും മാറൂല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. നമുക്ക് നിശ്ചയിച്ച ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതിനെ മാറ്റാൻ കാലത്തിനോ സമയത്തിനോ പരിഷ്കാരങ്ങൾക്കോ ഒന്നും പറ്റൂല. നമുക്ക് അങ്ങനത്തെ ധരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളാരും 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നാമധേയം കാത്തു സൂക്ഷിക്കുന്ന നമ്മളാരും ട്രൗസർ ഇട്ട് നടക്കാൻ പാടില്ല. മുട്ടിന് താഴെയുള്ള വസ്ത്രം മുട്ടുവരെ മറയാന്നുള്ളത് തൊട ഔറത്താണ്. ഒരു പുരുഷന്റെ ഔറത്തായി പഠിപ്പിക്കപ്പെടുന്ന ഭാഗമാണ് ആ ഭാഗം തന്നെ. അത് മറയ്ക്കുക എന്നുള്ളത് വസ്ത്രം അതിനു വേണ്ടിയാണ് അള്ളാഹു ഇറക്കി തന്നത്. അതോടൊപ്പം തന്നെ അലങ്കാരത്തിന്റെ വസ്ത്രങ്ങളെയും നിങ്ങൾ സ്വീകരിക്കാനാണ്.